ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാം ചരൺ നായകനായി ബുജി ബാബു സന സംവിധാനം ചെയ്ത് ജൂൺ 4 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ തെലുങ്ക് പാൻ ഇന്ത്യൻ സിനിമയാണ് പെദ്ദി. ചിത്രത്തിൽ ജാൻവി കപൂർ, ശിവരാജ് കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു എന്നിങ്ങനെയായിരുന്നു മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ. ഈ ചിത്രത്തിന്റെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 8 ദിവസത്തെ വിശദമായ കളക്ഷൻ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം ആദ്യ 8 ദിവസം കൊണ്ട് തെലുങ്ക് സംസ്ഥാനങ്ങളിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 188,95,00,000 രൂപയാണ്. കർണാടകയിൽ 25 കോടി 12, തമിഴ്നാട്ടിൽ 5 കോടി 56, കേരളത്തിൽ 57 ലക്ഷം, മറ്റ് സംസ്ഥാനങ്ങളിൽ 24 കോടി 12 ലക്ഷം എന്നിങ്ങനെ 244 കോടി 32 ലക്ഷം രൂപയാണ് ആദ്യ 8 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് $5.08 മില്യൺ, അതായത് 48 കോടി 40 ലക്ഷം രൂപയും നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 292 കോടി 72 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 7 ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ പോസ്റ്റർ പുറത്തു വന്നിരുന്നു. അത് പ്രകാരം 345 കോടി രൂപയാണ് ബുധനാഴ്ച വരെ ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് എന്തായാലും നിർമ്മാതാക്കൾ ഈ സിനിമയുടെ ഒഫീഷ്യൽ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇനി 9-ാം ദിവസം എന്ന വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്നും വേൾഡ് വൈഡ് കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലാണ്. അങ്ങനെ 9 ദിവസം കൊണ്ട് ഈ സിനിമ ആഗോള ബോക്സ് ഓഫീസിൽ 302 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. നസ്ലിൻ നായകനായി അഭിനവ് സുന്ദർ നായക സംവിധാനം ചെയ്ത് ജൂൺ 5 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് മോളിവുഡ് ടൈംസ്. ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, ജഗദീഷ്, റോഷൻ, ഷാനവാസ്, അൽതാഫ് സലീം എന്നിങ്ങനെ താരതരമുള്ള ഈ സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 7 ദിവസം കൊണ്ട് കേരളത്തിൽ 7 കോടി 50 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്യുന്നത്. 7 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി 15 കോടി 93 ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു. ഇനി 8-ാം ദിവസം എന്ന വെള്ളിയാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 30 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 7 കോടി 80 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ കേരളത്തിൽ 8 ദിവസം കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 16 കോടി 50 ലക്ഷം റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. അതേസമയം മോളിവുഡ് ടൈംസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. സിനിമയിലെ ചില അശ്ലീല സംഭാഷണങ്ങൾ മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് സെൻസർ ബോർഡിന് മുന്നിൽ പ്രിന്റ് എത്തിച്ചതെന്നും സെൻസറിങ്ങിന് ശേഷം തിയേറ്റർ റിലീസായി വന്നിരിക്കുന്ന പ്രിന്റുകളിലെല്ലാം തന്നെ മ്യൂട്ട് ചെയ്യാത്ത തെറി ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് സെൻസർ ബോർഡ് കണ്ടെത്തിയിരിക്കുകയാണ്. സിനിമയ്ക്കെതിരെ അനന്തര നടപടികൾ സ്വീകരിക്കാൻ സെൻസർ ബോർഡ് ഒരുങ്ങുന്നു എന്ന് മനോരമയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദൃശ്യം 3 തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 23 ദിവസമാണ് പിന്നിടുന്നത്. ജിത്തു ജോസഫ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത് മെയ് 21 തിയേറ്ററിലെത്തിയ ഈ സിനിമ ഇപ്പോഴും മികച്ച ഹോൾഡ് നിലനിർത്തി മുന്നോട്ട് പോകുക തന്നെയാണ്. 22-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 30 ലക്ഷം രൂപയായിരുന്നു. അങ്ങനെ കേരളത്തിൽ ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തത് 87 കോടി 84 ലക്ഷം രൂപയായിരുന്നു. 4-ാമത്തെ വെള്ളിയാഴ്ച കൂടിയ 23-ാം ദിവസത്തിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 30 ലക്ഷം റേഞ്ചിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 88 കോടി 10 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 235 കോടി 50 ലക്ഷം 236 കോടി റേഞ്ചിലാണ്. തമിഴ്നാടിനെ അപേക്ഷിച്ച് കേരളത്തിൽ മികച്ച ഹോൾഡ് നിലർത്തി മുന്നോട്ട് പോകുന്ന തമിഴ് സിനിമയാണ് ബ്ലാസ്റ്റ്. നവാഗതനായ സുഭാഷ് കെ രാജ് തിരക്കഥ സംവിധാനം ചെയ്ത് മെയ് 28 തിയേറ്ററിലെത്തിയ ഈ സിനിമയിൽ അർജുൻ, അഭിരാമി, പ്രീതി മുകുന്ദൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ചിത്രം ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 15 ദിവസം കൊണ്ട് കേരളത്തിൽ 13 കോടി 35 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് കളക്ഷനായി ഇന്നലെ വരെ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 24 കോടി 81 ലക്ഷം രൂപയാണ്. തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 8 കോടി 14, കർണാടകയിൽ 4 കോടി 38, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 20 ലക്ഷം എന്നിങ്ങനെ 50 കോടി 88 ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് $1.41 മില്യൺ, അതായത് 13 കോടി 50 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 64 കോടി 38 ലക്ഷം രൂപയാണ് ആദ്യ 15 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത്. ഇനി 3-ാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 16-ാം ദിവസത്തിലേക്ക് വന്നാൽ ഇന്നും കേരളത്തിൽ 35 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 13 കോടി 70 ലക്ഷം റേഞ്ചിലാണ് ആദ്യ 16 ദിവസം കൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഇന്ന് പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ തമിഴ്നാട് കളക്ഷനായി 25 കോടി 50 ലക്ഷം നേടിക്കഴിഞ്ഞ ഈ സിനിമ 16 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത് 66 കോടിക്ക് മുകളിലുമാണ്. 18 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 9 കോടി രൂപയ്ക്കാണ്. നിലവിൽ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ 30 കോടി മറികടന്നിട്ടുമുണ്ട്. സൂര്യനായകനായി RJ ബാലാജി സംവിധാനം ചെയ്ത് മെയ് 15 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് കറുപ്പ്. ചിത്രം ആമസോൺ പ്രൈം വഴി ഇന്നലെ രാത്രിയുടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു. OTTയിലും മികച്ച ട്രെൻഡിംഗ് സൂചന നൽകി മുന്നോട്ട് പോകുന്ന ഈ സിനിമയുടെ ഇന്നലെ വരെയുള്ള 28 ദിവസത്തെ വിശദമായ കളക്ഷൻ റിപ്പോർട്ട് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 166 കോടി 84 ലക്ഷം രൂപയും കർണാടകയിൽ 24 കോടി 37 ലക്ഷം രൂപയും കളക്ട് ചെയ്ത ഈ സിനിമ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ 37 കോടി 78, കേരളത്തിൽ 14 കോടി 41, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 3 കോടി 20 എന്നിങ്ങനെ 246 കോടി 60 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തത്. വിദേശത്ത് $8.51 മില്യൺ, അതായത് 81 കോടി 4 ലക്ഷം രൂപ. അങ്ങനെ ലോകമെമ്പാടുമായി 28 ദിവസം കൊണ്ട് 327 കോടി 64 ലക്ഷം രൂപയാണ് ഈ സിനിമ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം നേടിയെടുത്തിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 340 കോടി രൂപയാണ് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.